പാമ്പുകടിയേറ്റ അതിഥി തൊഴിലാളിയോട് അവഗണന. വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് വിട്ടു നൽകിയില്ല. പ്രൈവറ്റ് ആംബുലൻസിലാണ് ഒറീസ സ്വദേശിയായ ബാലഭദ്രനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. നൌഫലാണ് ചേരുന്നത്. നൌഫൽ, എന്താണ് ഇങ്ങനെ ഒരു ആംബുലൻസ് വിട്ടു നൽകാതിരിക്കാൻ കാരണമായി ഇവർ പറയുന്നത്? ോടുകൂടി വിതുര പേപ്പാറയിൽ പ്രവർത്തിക്കുന്ന, അതായത് ഒരു അൽക്കേഷ്യ പ്ലാന്റിൽ വെച്ചാണ് ഈ പറയുന്ന ഒറീസ സ്വദേശിയായിട്ടുള്ള ബാലഭദ്രന് കടിയേൽക്കുന്നത്. ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ തൊട്ടടുത്തുള്ള വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. വിതുരയിൽ എത്തിക്കുമ്പോൾ അവിടെ ആംബുലൻസ് സൗകര്യം വിട്ടു നൽകിയില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് ആശുപത്രി അധികൃതർ പറയുന്ന ഒരു കാരണം 8 മണിക്ക് ശേഷമേ ആംബുലൻസ് വിട്ടുകൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ ആംബുലൻസ് വരുത്തിയാണ് പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നത്. അതായത് സ്വാഭാവികമായും സാധാരണക്കാർ ആശ്രയിക്കുന്ന പെട്ടെന്ന് 108 പോലെയുള്ള ആംബുലൻസുകളാണ്. അതാണ് സർവീസ് നിർത്തി. ഇന്നലെ രാത്രി 8 മണിക്ക് സർവീസ് നിർത്തി. ഇനി രാവിലെ 8 മണിക്ക് അത് തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയന്തര സാഹചര്യമായതിനാൽ തന്നെ അത് കാത്തു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു സ്വകാര്യ ആംബുലൻസിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട ഒരു ഗതികേട് വന്നത്. എന്തായാലും വ്യാപകമായൊരു പരാതിയാണ് ഇതിനെതിരെ നിലവിൽ അവിടെ ഉയരുന്നത്. അക്ഷയ്, ശരി, നൌഫലാണ് വിശദാംശങ്ങൾ നൽകിയത്.